ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള ആനുവൽ ഫംഗ്ഷനാണ്. അതിൻ്റെ കൂടെ റിപ്പബ്ലിക് ഡേയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ രാവിലത്തെ കുറച്ചൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ കളറ്. അപ്പോൾ ഞങ്ങൾ ഓൾ സെറ്റാണ്. ഫ്രണ്ട്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണി റെഡി ആയിട്ടുണ്ട്, ഏട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇവിടേക്ക് ക്ലിയർ കുറവാലോ. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടേക്ക് പോയിട്ട് വിശേഷങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ റിപ്പബ്ലിക് ഡേൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പിന്നിൽ തന്നെയാണ് കേട്ടോ ടീമൊക്കെ. അപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ വരുന്നത് റിപ്പബ്ലിക് ഡേൻ്റെ അന്നാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം ആനുവൽ പ്രോഗ്രാമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. നോർമൽ നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. ഇതിനെന്തോ ബോക്സ് ക്രിക്കറ്റോ അങ്ങനെ എന്തോ ആണ് പറയാമെന്ന് പറയുന്നുണ്ട്. രാവിലെ തന്നെ നമ്മൾ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:30 ആണ് സമയം പറഞ്ഞിരുന്നത്. ഒരു 9 മണീൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയതാണ് കേട്ടോ. 7 മണിക്ക് ബസ് ഉണ്ടായിരുന്നു സ്കൂളിലേക്കുള്ള. അപ്പോൾ അതിൽ കയറിയിട്ട് അവൾ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ സ്കൂളിൽ പോകണമെന്ന് നിർബന്ധമാണല്ലോ. അവൾക്കും ഇഷ്ടമാണ് പോകാൻ. അപ്പോൾ ഉണ്ണിയില്ല, ബാക്കി ഞാനും അമ്മയും അച്ഛനും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല വൈറ്റൊക്കെ ഇട്ടിട്ടാണ് അധികം ആൾക്കാർ വന്നത്. നമ്മൾ രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. നേരത്തെ തന്നെ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയൊക്കെ ചെയ്തു. ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാപ്പി റിപ്പബ്ലിക് ഡേ. അവരൊക്കെ വരുന്നില്ലേ? സ്കൂളിൽ പോയാ രമ്യ ഇവിടെ ഉണ്ട്. രമ്യ ശരി. മുണ്ടൊക്കെ ഇട്ടിട്ടാണ്. രമ്യ ഉണ്ടോ ഈ കൂട്ടത്തില്? പ്രശാന്ത്, രമ്യ ഉണ്ടോ അവിടെ? വരുന്നുള്ളൂ. അച്ഛനവിടെ അവിടെ. സാധാരണ ഇവിടെ റിപ്പബ്ലിക് ഡേയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ നാട്ടിലെ കേരള സാരി ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ മറാഠികളും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ സാരിയായിട്ട് പ്രിഫർ ചെയ്യുക കേട്ടോ, വൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞതും ഇവിടെ എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം അങ്ങനെ ആരും പ്രത്യേകിച്ച് ആരും ഒരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാരി എടുത്തിട്ട്. അവർക്കിനി അത് വേറെ എവിടെയെങ്കിലും ഇടാൻ അറിയില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, എപ്പോഴും ആ സാരി എടുത്തിട്ടാട്ടോ എപ്പോഴും ഉണ്ടാവുക. ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയ സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മക്കളൊക്കെ സ്പീച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രായമായ ആൾക്കാർ വന്ന് സ്പീച്ച് കൊടുക്കുന്നുണ്ട്. രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ നടക്കണത് തന്നെയാണ്. ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോഴാട്ടോ നമ്മൾ പലരെയും കാണുന്നത്. ഇതുവരെ കാണാത്ത ഫേസ് വരെ നമ്മൾ ഈ സമയത്ത് കാണും കേട്ടോ. ഇതൊക്കെ പ്രോഗ്രാം ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ലൈന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലൈനായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയട്ടെ, ഇപ്പം തന്നെ വേണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഉണ്ണി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ എന്താ ഉണ്ടായി എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. ആരൊക്കെ വന്നു കൂടെ എന്നൊക്കെ ചോദിച്ച് നിൽക്കാറുന്നത്. കയ്യിലെന്തോ കണ്ടില്ലേ ബോക്സ്, സ്കൂളിൽ നിന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്. അതിൽ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ണി പോയി. ഉണ്ണിയുടെ കൂടെ അച്ഛനും പോയി കേട്ടോ കുറച്ച് നേരം ഇരിക്കാൻ. പിന്നെ ഉണ്ണിയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു കേട്ടോ. ഞാൻ എന്താ ഇടുക അതുപോലത്തെ മാച്ചിങ് അവൾ എപ്പോഴും ഇടുക. ഞാനും ഗ്രീൻ ഇട്ടപ്പോൾ അതിൻ്റെ വൈറ്റ് ഇട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ണിയാണ് ലൈനിൽ നിൽക്കുന്നത്. ഇടയിൽ പിന്നെ കുത്തി തിരികിയിട്ട് കയറാൻ പിന്നെ മനസ്സ് വന്നില്ല. അപ്പോൾ നമ്മൾ ലൈനിൽ തന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സൊക്കെ ബാക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകുതി വെച്ചിട്ട് ഫുഡ് തീർന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോഴേക്കും ഉപ്പുമാവൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇഡ്ഡലി ചട്നിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചു. ലഡു ഒക്കെ ഉണ്ടായിരുന്നു.
ചായ ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഞങ്ങളും മേടിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര ലൈനായിരുന്നു, പകുതി ഉപ്പുമാവൊന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കണതല്ലേ ഇഷ്ടം. ആ ചട്നി സാമ്പാറിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് പുറത്ത് പോയാൽ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ജീവനാ, എങ്ങനെയായാലും കഴിക്കും കേട്ടോ. അപ്പോൾ എന്ത് പ്രോഗ്രാം ആവുമ്പോഴും ഇത് എങ്ങനെയായാലും ഉണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് പൂജയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് സത്യനാരായണ പൂജയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ അതും അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പോയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെ മഹാരാഷ്ട്രയിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു സത്യനാരായണ പൂജ അല്ലെങ്കിൽ ഒരു ഹൽദി കുങ്കുമൊക്കെ നിർബന്ധമായിട്ടും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഉച്ചക്കിലേക്കുള്ളത്. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം വന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൽദി കുങ്കുമം ഉണ്ടാവുമെന്ന്. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞ് സ്ത്രീകൾ മാത്രമുള്ളൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വേഗം പോയിട്ട് വന്നത്. അന്ന് അമ്മയ്ക്കും കാണാമല്ലോ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതാണ്. ഓ എന്തൊക്കെയല്ലേ ചിന്തിച്ചു കൂട്ടിയത് ആന്റി. വീഡിയോ ഈ ചടങ്ങിൽ നമുക്ക് ലേഡീസ് കുങ്കുമം ഇങ്ങോട്ട് തൊട്ട് തരും, നമ്മൾ അവിടേക്ക് തിരിച്ച് തൊട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഒരു പൂവ് തരും, പിന്നെ എള്ളിൻ്റെ മിഠായി ഇല്ലേ എള്ളുണ്ട, അത് തരും. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് തരും കേട്ടോ. ഇതിൽ ഞങ്ങൾക്ക് സ്റ്റീലിൻ്റെ തളികയാണ് കിട്ടിയത്. നമ്മൾ സാരീൻ്റെ പല്ലു വെച്ചിട്ട് അവരെ സാരിയുടെ പല്ലുവിൽ വെച്ചിട്ടാട്ടോ നമുക്ക് തരാം. രസമുണ്ടായിരുന്നു, അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടോ. അമ്മ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് കേട്ടോ. ഞാൻ പണ്ട് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അമ്മയ്ക്കും അതൊക്കെ കാണാൻ പറ്റി. അപ്പം ഞാൻ അടുത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാൻ വിചാരിച്ചതാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത് വ്ളോഗിൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ വ്ളോഗിൽ ഇടാമെന്ന് പറഞ്ഞപ്പോൾ അത് എല്ലാവരും ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട്. നിറയെ പേര് വന്നിട്ട് പോയി. നമ്മൾ കുറച്ച് ലേറ്റായി, നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ വന്നത്. അപ്പോഴേക്കും അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഇതിൽ ആണുങ്ങൾ വരില്ല കേട്ടോ ഈ ഫംഗ്ഷൻ. ഇതൊക്കെ ലേഡീസ് മാത്രമാണ് ഇത് ചെയ്യുക. സാരിയൊക്കെ എടുത്ത് വന്ന സ്ഥിതിക്ക് നമ്മൾ ഫോട്ടോസും ഒട്ടും കുറച്ചില്ല കേട്ടോ. എപ്പോഴെങ്കിലും അല്ലേ ഇങ്ങനെ ചാൻസൊക്കെ കിട്ടുള്ളൂ, ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി വരാൻ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇവിടെ മക്കൾക്ക് വേണ്ടി ഡ്രോയിങ് കോമ്പറ്റീഷനും സ്പോർട്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. നല്ല ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഫ്ലാറ്റിലെ റൂമിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് അങ്ങോട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു റെസ്റ്റ് എടുത്തിട്ട് ഇനി രാത്രിയത്തെ പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നുള്ളൂ കേട്ടോ. ആനുവൽ ഡേൻ്റെ ഫംഗ്ഷനൊക്കെ മക്കളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം ഒരു 7-7:30 കേട്ടോ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ ക്രിക്കറ്റിൻ്റെ ഫൈനൽ മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വേണ്ടേ തുടങ്ങാൻ. കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു തുടങ്ങിയപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുന്നേ ആയിരുന്നു കേട്ടോ ഇത് ലാസ്റ്റ് നടത്തിയത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല. ഇത് പെട്ടെന്നാണ് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ ഇത് കാരണം പ്രാക്ടീസിനൊന്നും പറ്റിയില്ല. പ്രോഗ്രാമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ പാട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇതേ ചാടി കളിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. ഒക്കെ പെട്ടെന്ന് പോയ പോലെ. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫുഡൊക്കെ റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ലൈനിലൊക്കെ നിന്ന് വേഗം ഭക്ഷണമൊക്കെ മേടിച്ചിട്ടു. ഇനി എങ്ങാനും അത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ചെയ്യണ്ടേ വിചാരിച്ചിട്ട് ഞങ്ങൾ റിസ്ക് എടുത്തില്ല. വേഗം പോയി ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ. പാവ് ഭാജിയും പിന്നെ പുലാവും സ്വീറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം മൺഡേ ആയ കാരണം സ്കൂളൊക്കെ ഉള്ള കാരണം പിന്നെ നമ്മൾ കുറേ നേരം ഒന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചും കൂടി നേരം നിന്നിട്ട് നമ്മൾ പിന്നെ പോവുക ചെയ്തത്. പിന്നെ സോങ് ഒന്നും ഇടാൻ വയ്യ, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.